ഇന്നേ ഒരു പേഷ്യന്റ് വന്നേ. ഈ പേഷ്യന്റിന് 8 മാസമായിട്ട് പീരീഡ്സ് ആയിട്ടില്ല. അപ്പൊ ഈ പീരീഡ്സിന് ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസങ്ങളൊക്കെ നല്ല വേദന ഉണ്ടാവുന്ന ആളാണ്. അപ്പൊ ഈ പീരീഡ്സ് ആയിട്ടില്ലെങ്കിൽ അവർക്ക് ആശ്വാസമാണ്, അതുകൊണ്ട് തന്നെ അവരതൊരു വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ചില പേഷ്യൻസ് ഉണ്ട് അങ്ങനെ കുറേ മാസങ്ങളായാലും അതൊന്നും വലിയ കാര്യമാക്കാതെ അങ്ങനെ കൊണ്ടുപോകുന്നവരുണ്ട്. എന്നാൽ ചില പേഷ്യൻസ് ഉണ്ട് ഒരു കുറച്ച് ദിവസങ്ങൾ 2-3 ദിവസങ്ങൾ മാറുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നം ഡോക്ടറെ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് ഈ പീരീഡ്സിന്റെ സമയത്ത് അല്ലെങ്കിൽ പീരീഡ്സിന്റെ വ്യത്യാസങ്ങൾ എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ മസ്റ്റായിട്ട് കാണേണ്ടത് എന്നുള്ളത് നോക്കാം. നമുക്ക് നമ്മുടെ പീരീഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ ആൻസൈറ്റിയോ എന്തെങ്കിലും ഫിയറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ഡേറ്റിന്റെ കുറച്ച് മുന്നേ ഒരാഴ്ചക്ക് മുന്നേ ചിലപ്പോൾ പീരീഡ്സ് ആവാം, അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കാം. അപ്പം നമ്മുടെ പീരീഡ്സിൽ ഒരാഴ്ച മുന്നോട്ടോ ഒരാഴ്ച കുറച്ച് പിന്തള്ളിയോ പോകുന്നതിൽ അത് പ്രത്യേകിച്ച് ഒരു റീസൺ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഡിസീസ് കാരണമൊന്നും ആവണമെന്നില്ല. അത് ചിലപ്പോൾ നോർമലായിട്ട് അങ്ങനെയൊക്കെ വരാം. പിന്നെ ഒരു 3 മാസമായിട്ടും നമുക്ക് പീരീഡ്സ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം, എന്തെങ്കിലും ഒരു പെത്തോളജി ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പീരീഡ്സ് ആവുമ്പോൾ സാധാരണ രീതിയിൽ അവർക്ക് പോകുന്നതിനേക്കാളും ബ്ലീഡിങ് കൂടുതലായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, പീരീഡ്സിന്റെ സമയത്ത് പാഡൊക്കെ വെക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിലൊക്കെ ഒരുപാട് ബ്ലീഡിങ് പോവുക, ക്ലോട്ട് ആയി പോവുക, ഇത്തരത്തിൽ കാണാനെന്നുണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കണം. പിന്നെ ഈ ബ്ലീഡിങ് ഒരു 7 അല്ലെങ്കിൽ 10 ദിവസത്തിലധികമായിട്ട് നിൽക്കുക, ചിലർക്ക് ആ സിവിയർ ബ്ലീഡിങ് തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കണം. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കും, ഒരു 1 മന്ത് ഒക്കെ തന്നെ അങ്ങനെ നീണ്ടുപോകും. ഇതൊക്കെ പല റീസൺ കൊണ്ടായിട്ടും വരുന്നത്. അതുകൊണ്ട് അത് റൂൾ ഔട്ട് ചെയ്യണം എന്താ കാര്യം എന്നുള്ളത്. ചില ആൾക്ക് 15 ദിവസമൊക്കെ നീണ്ടു നിൽക്കും, പീരീഡ്സ് കഴിഞ്ഞ് കുളിക്കും, പിന്നെയും കുറച്ച് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെയും ബ്ലീഡിങ് വരും, ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ പോകും. ഇത്തരത്തിലൊക്കെ കാണാൻ എന്ത് തന്നെയാലും ഡോക്ടറെ കാണിക്കണം. പിന്നെ സാധാരണ നമുക്ക് ഉണ്ടാവുന്ന പീരീഡ്സിന്റെ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ വരുന്ന ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾക്ക് പുറമെ സിവിയർ ആയിട്ട് വേദന വരുവാണ്, ആ സമയത്ത് ഭയങ്കര വേദന വരുന്നു, ബ്ലീഡിങ് വരുന്നു, ഇത്തരത്തിൽ വരുവാണെന്നുണ്ടെങ്കിലും അതിനൊരു പെത്തോളജി ഉണ്ടാവും. അത് എന്തായാലും ഡോക്ടറെ കാണിക്കേണ്ട കേസാണ്.